ഔദ്യോഗികമായിട്ട് ഇപ്പോൾ വാട്ടർ അതോറിറ്റി നമ്മളെ അറിയിക്കുന്നത് ഏകദേശം വൈകുന്നേരത്തോടു കൂടി വെള്ളം എല്ലായിടങ്ങളിലും എത്തും, അതായത് ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളം എത്തും എന്നുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെയൊക്കെ തന്നെ രണ്ട് തവണ നൽകിയ ഉറപ്പുകൾ പാഴാവുകയായിരുന്നു. ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നു. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൈപ്പ് ലൈൻ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ളതാണ്. അതായത് ലീക്കേജ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷെ വലിയ രീതിയിലുള്ള പിഴവ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ വരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു നിർമ്മാണം നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട ചില നടപടികൾ വാട്ടർ അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല, മാത്രമല്ല കോർപ്പറേഷനെ അറിയിച്ചിട്ടുമില്ല എന്നുള്ളൊരു പ്രശ്നം അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അവർ നൽകുന്ന മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു 50 ടാങ്കറുകൾ എത്തിച്ചുകൊണ്ട് ഈ വെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം. ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 10ഓളം ടാങ്കറുകൾ കൊച്ചിയിൽ നിന്ന് എത്തിച്ച് വെള്ളം എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു മേയർ അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷെ അത് ഇപ്പോൾ ഷിജോ നിന്ന സ്ഥലത്തൊന്നും വെള്ളം ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മേയർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മേയർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എത്രത്തോളം ശരിയാണെന്നുള്ളതിൽ ഒരു സംശയം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ മിനിങ്ങാന്ന് രാത്രിയിലും 17 ടാങ്കറുകൾ എത്തിച്ച് വെള്ളം നിറയ്ക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ നാട്ടുകാർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അതൊക്കെ നിഷേധിക്കുകയാണ്. കാരണം അവർക്ക് വെള്ളം എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. താൽക്കാലിക പരിഹാരത്തിനാണ് ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന വാൽവ് ലീക്കേജ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടപടികൾക്ക് ഒരു പ്രധാന പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്. ആ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. അവരെ വിവരം അറിയിക്കേണ്ട ചുമതലയാണ് ഈ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കുള്ളത്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യം ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു, പലതവണയായി പറയുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഈ ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തികളിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ മന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല, പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല, ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കുകയാണ് ചെയ്തത്. അതാണ് അതിനകത്തെ ഒരു ഗുരുതരമായ പ്രശ്നം. ഈ സാങ്കേതിക പ്രശ്നങ്ങളാണോ അതെയോ മനഃപൂർവ്വം വരുത്തി വെച്ച ചില പിഴവുകളാണോ വീഴ്ചകളാണോ ഇതിനൊക്കെ കാരണമായതെന്നുള്ളത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിലൊരു ഗൗരവകരമായ ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രധാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഈ മുൻകൂട്ടി നഗരസഭയുടെ അനുമതി വാങ്ങണം എന്നുള്ളൊരു ചട്ടമുണ്ട്. അത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. ഇത്തവണ അത് പല ഘട്ടങ്ങളിലായി അത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഉയരുന്ന ഒരു പ്രധാന പ്രശ്നം. ഈ അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനിൽ നിരവധി വാൽവുകളുണ്ട്. അത് വർഷങ്ങളായി ഉപയോഗിക്കാത്തതിനാൽ പലതും പ്രവർത്തിക്കുന്നില്ല. ചിലത് റോഡ് നിർമ്മാണത്തിനിടെ മൂടിപ്പോയി. ഇതൊക്കെയാണ് ഈ വാൽവിൽ ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ കഴിയാത്തൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതാണ് ഈ പമ്പിംഗ് നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കിള്ളിപ്പാലം ജഗതി റോഡിലെ അറ്റകുറ്റപ്പണി സ്വാഭാവികമായും അത്തരം ഒരു പ്രശ്നങ്ങളൊക്കെ വന്നാൽ സ്വാഭാവികമായി നമുക്കറിയാം അത് അറ്റകുറ്റപ്പണി നടത്തി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ 4 ദിവസം ഒരു നഗരത്തെ കുടിവെള്ള പ്രശ്നത്തിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ല, ആസൂത്രണം ചെയ്യാതെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള കൃത്യമായ കോർഡിനേഷൻ അവിടെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം 4 ദിവസം ഇങ്ങനെ കുടിവെള്ളം തടസ്സപ്പെടുമെന്ന് മനസ്സിലാക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അതിനുള്ള വഴികൾ ചെയ്യാമായിരുന്നു, അറിയിപ്പുകൾ നൽകാമായിരുന്നു, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു, അതിനുള്ള മുൻ നടപടികളൊക്കെ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്. ആസൂത്രണമില്ലാത്ത ഒരു പദ്ധതിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് കൂടെ നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷനും പരസ്പരം പഴിചാരിയത് കൊണ്ട് മാത്രം ഇതിൽ ഒരു കാര്യവും തീരുമാനമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട പ്രതിസന്ധിയിൽ കൂടി മനസ്സിലാകുന്നത്. കാരണം 4 ദിവസം ആയിട്ടും വെള്ളം ഒരു നഗരത്തിൽ, അതും 45 വാർഡുകളിൽ, അതിൽ 33 വാർഡുകളിൽ പൂർണ്ണമായിട്ടും 12 വാർഡുകളിൽ ഭാഗികമായിട്ടും വെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ പ്രശ്നങ്ങൾ പരസ്പരം അറിയിച്ചില്ല എന്നുള്ള രീതിയിൽ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ. കാരണം ഒന്നുകിൽ ഈ അറ്റകുറ്റപ്പണികൾക്ക് സമയമെടുക്കുന്നുണ്ടെങ്കിൽ അത് അറിയിച്ചുകൊണ്ട് താൽക്കാലിക പരിഹാരത്തിനായി ശ്രമിക്കണം. ആ താൽക്കാലിക പരിഹാരം എന്ന് പറയുന്നത് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഒരു 20-27 ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു എന്ന് കോർപ്പറേഷൻ പറയുമ്പോൾ പോലും അത് പല ഭാഗങ്ങളിലും ലഭിച്ചിട്ടില്ല. അങ്ങനെ താൽക്കാലിക പരിഹാരത്തിന് പൂർണ്ണമായിട്ടും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കോർപ്പറേഷൻ നേരിടുന്നുണ്ട്. അതുപോലെ ഇത് ഈ വിവരം അറിയിക്കുന്നില്ല, കൃത്യമായ പ്ലാനിംഗ് ഇല്ല എന്നുള്ളത് വാട്ടർ അതോറിറ്റിയും അത്തരത്തിലൊരു ആരോപണം നേരിടുന്നുണ്ട്. ഭാവിയിൽ
ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഈ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അത് കൃത്യമായി നടപ്പിലാക്കേണ്ടത് ഇരു വകുപ്പുകളുടെയും അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളുടെയും ചുമതലയാണ്. അതിന് കോർപ്പറേഷന് തുല്യ ഉത്തരവാദിത്തമുണ്ട്, ജല അതോറിറ്റിക്ക് തുല്യ ഉത്തരവാദിത്തമുണ്ട്. അതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് 4 ദിവസം തീർച്ചയായും ഹരി, എന്തായാലും വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ മറ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിജുവിലേക്ക് ഒരിക്കൽ കൂടിയാണ്. ഷിജു, അതായത് തൊഴിൽക്കോട് ഭാഗത്ത് ഇപ്പോഴും വെള്ളം എത്തിയില്ല, നമ്മൾ ആളുകളുടെ പരാതികളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളം എത്തിയിട്ടുള്ളത് എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്? അതായത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ എത്തിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേഖലയിലൊന്നും വെള്ളമില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെങ്കിലും വെള്ളം കിട്ടിയതായിട്ടുള്ള അറിവുകളുണ്ടോ? ജിൽസി, ഇപ്പോൾ മണക്കാട്, ആറ്റുകാല് അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അട്ടക്കുളങ്ങര അവിടെയൊക്കെ വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തി. കാരണം ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വളരെ നേരത്തെ തന്നെ ഈ വാൽവിന്റെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ വെള്ളം എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭരണകൂടം അധികൃതർ അറിയിച്ചതാണ്. അപ്പോൾ അതിന് പ്രകാരമാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ മണക്കാട്, ഇപ്പോൾ അട്ടക്കുളങ്ങര, ആറ്റുകാല്, കഴക്കൂട്ടം ആ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം വട്ടിയൂർക്കാവിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം കിട്ടാക്കനിയാണ്. കാരണം ഉയർന്ന പ്രദേശമാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വെള്ളം എത്താത്തത്. നമുക്ക് നേരത്തെ കുറേയധികം വീട്ടമ്മമാരുടെ പ്രതികരണമാണ് കേട്ടത്. അവർ അല്പസമയം കുറച്ചുകൂടി കഴിയുമ്പോൾ വെള്ളം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ഇന്ന് രാവിലെയെങ്കിലും വെള്ളം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഉറക്കമുണർന്നത്. രാവിലെ ആയപ്പോഴും ആ സ്ഥിതിക്കും വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ഈ തൊടുവൻകോട് ഭാഗത്ത് ഈ ആളുകളൊക്കെ ആശ്രയിക്കുന്ന പൈപ്പാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ തുറന്നു വെച്ചേക്കാണ്. ഇത് ഏത് സമയത്തും വെള്ളം വന്നാൽ അറിയാൻ വേണ്ടിയിട്ട് ഇത് തുറന്നു വെച്ചേക്കാണ്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടും വെള്ളമില്ലാതെ, കാറ്റ് മാത്രമാണ്, കാറ്റ് പോലും വരുന്നില്ല. അതിനുള്ള ശേഷി പോലും ആ പൈപ്പിന് ഇല്ലാന്ന് തോന്നുന്നു. കാരണം ആ ഒരു അവസ്ഥയിലാണ്. കാരണം വെള്ളം ഏത് സമയത്ത് കിട്ടുമെന്നറിയാതെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഈ തൊഴുവൻകോട് പ്രദേശത്തുള്ള വീട്ടമ്മമാരും ഓരോ കുടുംബവും. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ, അതായത് ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും ഇവിടുത്തെ വെള്ളം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ വീട്ടമ്മമാർ.